നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യമനിൽ ഇന്നും തുടരുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ഉമർ ഹഫീദിന്റെ പ്രതിനിധികളാണ് ചർച്ച നടത്തുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഉമർ ഹഫീദ് വിഷയത്തിൽ ഇടപെട്ടത്. കാന്തപുരത്തിന്റെ ഇടപെടലിനെ കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലും തുടർന്നുള്ള ചർച്ചയും അവരുടെ കുടുംബവും കേരളവും എല്ലാം കാതോർത്ത് നിൽക്കുന്നത്. ഇങ്ങനെയൊരു സന്ദേശം കാന്തപുരം AP നമുക്കെല്ലാം വേണ്ടി, രാജ്യത്തിനു വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി നടക്കുന്ന നിരവധി ശ്രമങ്ങൾക്ക് ഇടയിൽ ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. നമുക്കെല്ലാം തീർച്ചയായും ആവേശം നൽകുന്ന സന്ദേശമാണ്. മുഹമ്മദ് ഷംസീർ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഷംസീർ, ഇന്ന് നടക്കുന്ന ചർച്ചയുടെ സ്വഭാവം എന്താണെന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങളുണ്ടോ? അതിനെന്തെങ്കിലും അപ്ഡേറ്റ് ഇപ്പോൾ മർക്കസിൽ കിട്ടുന്നുണ്ടോ? ഏത് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു? കുടുംബം ഏതെങ്കിലും തരത്തിൽ ഇതിനോട് ഒരു സമവായത്തിന്റെ സാധ്യത തുറക്കുന്നുണ്ടോ? നിഷാദ, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്നും യമനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നൊരു അനുഭവപൂർവ്വമായ സമീപനം ഉണ്ടായാൽ മാത്രമാണ് നിമിഷപ്രിയയ്ക്ക് ഇനിയും വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വധശിക്ഷ നടപ്പാക്കുന്നത് ഇത് ഇന്നായിരുന്നു നടപ്പാക്കേണ്ടിയിരുന്നത്. ഡേറ്റ് നീട്ടിവെച്ചത് തന്നെ വലിയ ആശ്വാസമാണ്. ഇനി അടുത്ത ഘട്ടം എന്നുള്ളത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുക എന്ന ഒറ്റ മാർഗം മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരേയൊരു വഴി. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് ആ തരത്തിലൊരു കുടുംബത്തെ കൂടി ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഉമർ ഹാഫിൽ എന്ന സൂഫി പണ്ഡിതന്റെ കൂടി ഇടപെടലിനെ തുടർന്നാണ്. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സുഹൃത്തും നേരത്തെ മർക്കസിൽ ഉൾപ്പെടെ വന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതിനിധി വഴി യമൻ ഭരണകൂടവുമായും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും സംസാരിക്കാൻ കഴിഞ്ഞു. ഇതിനെ തുടർന്ന് വധശിക്ഷ നീട്ടിവെച്ചു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ളത് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് മാപ്പ് ലഭിക്കുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ തലാലിന്റെ സഹോദരന്റെ ഭാഗത്ത് നിന്നും ഉണ്ട്. അപ്പോൾ പോലും തുടർ ചർച്ചകളിൽ കുറെ കൂടെ ഈ അനുകൂലമായൊരു സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പങ്കുവെക്കുന്നത്. മർക്കസ് വൃത്തങ്ങളും ആ തരത്തിൽ തന്നെ പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. കാരണം മതപണ്ഡിതരുൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സുപ്രീം ജഡ്ജ് ഉൾപ്പെടെയുള്ള ജഡ്ജുണ്ട്, ഒപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ അംഗങ്ങളുണ്ട്, ഒപ്പം കുടുംബാംഗങ്ങളുണ്ട്, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു മതവിധി എന്നുള്ള നിലയ്ക്ക് തന്നെ ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ടാൽ കുടുംബം മാപ്പ് കൊടുത്താൽ അതിൽ വധശിക്ഷ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ സാധ്യതയാണ് തേടുന്നത്. മതവിധികളും മതനിയമങ്ങളും ഖുർആനും ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ അനുകൂലമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ സമീപനം കുടുംബത്തിന്റെ ഭാഗത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. ഈ വധശിക്ഷ നീട്ടിയ സാഹചര്യത്തിൽ കുറെ കൂടെ സമയം അതിനുവേണ്ടി കുടുംബത്തെ അനുനയിപ്പിക്കാൻ കിട്ടും എന്ന പ്രതീക്ഷ കൂടിയാണ് പൊതുവിൽ പങ്കുവെക്കപ്പെടുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി മർക്കസിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചിരുന്നു. അരമണിക്കൂറോളം അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇടപെടൽ തുടരും എന്നുള്ള കാര്യമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ MV ഗോവിന്ദൻ മാഷെ അറിയിച്ചിട്ടുള്ളത്. തുടർ ചർച്ചകളുടെ ഭാഗമാകും, ഇടപെടൽ തുടരുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കാന്തപുരം എല്ലാവരുടെയും മുസ്ലിയാരായി മാറി എന്നുള്ള പ്രതികരണം കൂടി MV ഗോവിന്ദൻ മാഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. അനുകൂലമായ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്ന ഒരു സമീപനം, ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ എല്ലാവരും.